റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. യുകെയിലെ കെയർ മേഖലയിൽ ജോലിയെടുക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് കെയറർമാർ മതിയായ സൗകര്യങ്ങൾ ലഭിക്കാതെ ക്ലേശിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്ത്. ഇവരിൽ പലരും 20,000 പൗണ്ട് വരെ നൽകിയാണ് ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ സംഘടിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സർവേയിൽ പങ്കെടുത്തവരിൽ നൈജീരിയ, സിംബാബ്വെ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും, ഇന്ത്യ, പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും, ബ്രസീൽ പോലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും എത്തിയ 100-ലധികം പേർ 5,000 പൗണ്ട് മുതൽ 10,000 പൗണ്ട് വരെ വിസ ലഭിക്കുവാൻ ഫീസ് നൽകിയതായി പറയുന്നു. 50-ലധികം പേർ 10,000 പൗണ്ട് വരെ കൊടുത്തപ്പോൾ 5 പേർ 20,000 പൗണ്ട് കൊടുത്തു എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. വൻ തുകകൾ മുൻകൂറായി നൽകി വിസ എടുത്ത് ബ്രിട്ടനിലെത്തിയവർക്ക് പലപ്പോഴും നിലവാരമില്ലാത്ത താമസ സൗകര്യവും മറ്റ് സൗകര്യങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, പലപ്പോഴും ഇവർക്ക് വംശീയ വിവേചനം നേരിടേണ്ടി വരുന്നതായും പഠന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഇതിൽ ഏകദേശം 25% പേർ താമസിക്കുന്നത് തൊഴിലുടമകൾ നൽകിയ താമസ സ്ഥലങ്ങളിലാണ്. മറ്റുള്ളവരുമായി കിടപ്പുമുറി ഷെയർ ചെയ്യുവാൻ നിർബന്ധരാകുന്നതായി ഇവർ പറയുന്നു. ഒരു കിടപ്പുമുറി മാത്രമുള്ള ഫ്ളാറ്റിൽ 15ഓളം പേർ വരെ താമസിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2030 മുതൽ എനർജി പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് റേറ്റിംഗ് നിലവിലെ ഈ നിലവാരത്തിൽ നിന്നും ഉയർന്ന സി റേറ്റിംഗ് നേടിയില്ലെങ്കിൽ സ്വകാര്യ വീട്ടുടമസ്ഥർക്ക് വീടുകൾ വാടകയ്ക്ക് നൽകാൻ കഴിയില്ല എന്നുള്ള കർശന നിയമം നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ലേബർ സർക്കാർ. യുകെയിൽ നിലവിലുള്ള ബൈ ടു ലൈറ്റ് സ്കീം പ്രകാരം നിരവധി മലയാളികളും ഈ രംഗത്ത് നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഉയർന്ന മോർഗേജ് നിരക്കുകളും വാടക വരുമാനം കുറയുന്നതും ഇത്തരത്തിൽ വാടകയ്ക്ക് വീടുകൾ നൽകുന്ന ഉടമകളെ ഇതിനകം തന്നെ ബാധിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഉയർന്ന EPC റേറ്റിംഗ് വീട്ടുടമകളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണയായി A മുതൽ G വരെയുള്ള ഗ്രേഡിംഗ് ആണ് വീടുകളുടെ ഇന്ധന ഉപയോഗക്ഷമതയുടെ അളവുകോലായി ഉപയോഗിക്കുന്നത്. ഇതിൽ A മുതൽ C വരെയുള്ള ബാൻഡാണ് ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്നത്. ഇനി C റേറ്റിംഗ് വേണമെന്ന സർക്കാർ തീരുമാനം ഏറ്റവും കുറഞ്ഞത് 25 ലക്ഷം വീടുകളെ ബാധിക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. എന്നാൽ ഈ പദ്ധതിയിലൂടെ വാടകക്കാർക്ക് 240 പൗണ്ട് വരെ പ്രതിവർഷം ലാഭം ഉണ്ടാകുമെന്നാണ് സർക്കാർ വാദം. എന്നാൽ ഇത് വീട്ടുടമകൾക്ക് മേലുണ്ടാക്കുന്ന സമ്മർദ്ദം ഏറെയാണ് എന്നും സൂചിപ്പിക്കുന്നു. ഇത്തരം റേറ്റിംഗുകൾ കുറവുള്ള വീടുകളുടെ ഉടമകൾക്ക് ഇനി ഏറെ പണം ചിലവാക്കിയാൽ മാത്രമേ കാര്യക്ഷമത കൂടുതലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. ലോട്ടറിയുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ വമ്പൻ തിരിച്ചടി. ലോട്ടറി വിതരണക്കാരുടെ സേവന നികുതി കേന്ദ്ര സർക്കാരിന് കീഴിൽ കൊണ്ടുവരണമെന്ന കേന്ദ്രത്തിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. ലോട്ടറി നികുതി ചുമത്താനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണെന്ന് പറഞ്ഞ സുപ്രീം കോടതി ഇതിൽ ഇടപെടാൻ കേന്ദ്രത്തിന് അധികാരമില്ലെന്നും വ്യക്തമാക്കി. ലോട്ടറി ടിക്കറ്റുകളുടെ വിൽപ്പന ഒരു സേവനമല്ല, മറിച്ച് സംസ്ഥാനത്തിന് വരുമാനം നേടുന്നതിനുള്ള ഒരു മാർഗമാണെന്നും കോടതി വിധിച്ചു. ജസ്റ്റിസുമാരായ BV നാഗരത്ന, NK സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേന്ദ്രത്തിന്റെ ഹർജി തള്ളിയത്. ലോട്ടറി നികുതി സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലാണ് വരേണ്ടതെന്ന സിക്കിം ഹൈക്കോടതിയുടെ തീരുമാനം സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. ആറ്റുകൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തോടനുബന്ധിച്ച് മാർച്ച് 13 പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. പൊങ്കാല പ്രമാണിച്ച് തിരുവനന്തപുരം നഗരപരിധിയിൽ ബാങ്കുകൾക്ക് ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആറ്റുകൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവം മാർച്ച് 5 മുതൽ 14 വരെ നടക്കും. മാർച്ച് 13 പൊങ്കാല. 13 രാവിലെ 10:15 പൊങ്കാല അടുപ്പിൽ തീപകരും. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദ്യം. 1-ാം ഉത്സവ ദിനമായ മാർച്ച് 5 കാപ്പ് കെട്ടി കുടിയിരുത്ത്. 7 കുത്തിയോട്ട വ്രതാരംഭം. 7-ാം ഉത്സവ ദിനമായ മാർച്ച് 11 ദേവീ ദർശനം രാവിലെ 7:30 മുതൽ മാത്രമായിരിക്കും. 13 രാത്രി 7:45 കുത്തിയോട്ട കുട്ടികൾക്ക് ചുരുൾ കുത്തുന്ന ചടങ്ങ്. രാത്രി 11:15 ദേവിയെ പുറത്തെഴുന്നള്ളിക്കും. 14 രാത്രി 10 കാപ്പഴിച്ച് കുടിയിളക്കുന്ന ചടങ്ങും 1 മണിക്ക് കുരുതി തർപ്പണവും നടത്തും. നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ഇളവ് നൽകി സംസ്ഥാന സർക്കാർ. നിശ്ചിത വിസ്തൃതിയിലുള്ള തണ്ണീർത്തട ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ ഭൂമി തരം മാറ്റേണ്ടതില്ലെന്ന് സർക്കാർ ഉത്തരവിറക്കി. ആനുകൂല്യം ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ് എന്നും ഉത്തരവിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഉത്തരവ് നൽകിയിരുന്നു. ഉദ്യോഗസ്ഥർക്ക് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനു പിറകെയാണ് സർക്കാർ ഉത്തരവ് ഇറക്കിയത്. ഇനി സ്പോർട്സ് വാർത്തകൾ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിന് ജയം. കഴിഞ്ഞ ദിവസം നടന്ന നോക്കൌട്ട് പ്ലേ ഓഫിൽ മാഞ്ചസ്റ്റർ സിറ്റി 3-2 റയൽ പരാജയപ്പെടുത്തിയത്. സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിലെ തോൽവി ആതിഥേയർക്ക് കനത്ത തിരിച്ചടിയായി. രണ്ടാം പാദ മത്സരം റയലിന്റെ ഹോം ഗ്രൗണ്ടായ സാന്റിയാഗോ ബെർണാബ്യൂവിലാണ്. എർലിംഗ് ഹാലൻഡിലൂടെ 19-ാം മിനിറ്റിൽ സിറ്റിയാണ് മുന്നിൽ എത്തിയത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 108.21 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.